കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൾട്ടിബാഗർ നേട്ടം നൽകിയ ഗോൾഡ് സിൽവർ ETF-കളിൽ വലിയ ഇടിവ്. വ്യാഴാഴ്ച വ്യാപാരത്തിനിടെ ഇടിവ് 21% വരെ. ഗ്രീൻലാൻഡിൽ ട്രംപ് പിന്നോട്ടടിച്ചതും US ഡോളർ ശക്തിപ്പെട്ടതും നിക്ഷേപകരുടെ ലാഭമെടുപ്പിന് വേഗം കൂട്ടി. സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കുള്ള താൽപര്യം തൽക്കാലം കുറഞ്ഞു. 3 ദിവസത്തെ നഷ്ടം വിട്ട് ഓഹരി വിപണിക്ക് 0.5% പച്ചപ്പ്. സ്വർണ്ണവില പവന് 1680 രൂപ കുറഞ്ഞ് 1,13,160 രൂപ. ഡോളർ വിനിമയത്തിൽ രൂപ കൂടുതൽ ദുർബലം 91.56. ഫോൺപേ IPO-യിലൂടെ 10,000-ൽ പരം കോടി രൂപയുടെ ഓഹരി വിറ്റൊഴിവാക്കാൻ ഒരുങ്ങി വാൾമാർട്ട്, ടൈഗർ ഗ്ലോബൽ, മൈക്രോസോഫ്റ്റ്, ഗ്ലോബൽ ഫിനാൻസ്. ഓഫർ ഫോർ സെയിൽ IPO-യാണ് നടക്കാനിരിക്കുന്നത്. എയർ ഇന്ത്യക്ക് ഈ സാമ്പത്തിക വർഷം റെക്കോർഡ് നഷ്ടം. 240-ൽ പരം പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന അപകടവും മറ്റും മൂലം 15,000 കോടി രൂപയുടെ നഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ CEO-യെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ടാറ്റ ഗ്രൂപ്പ്. കഴിഞ്ഞ മാസത്തെ കുഴപ്പങ്ങളിൽ ഇൻഡിഗോയുടെ ലാഭത്തിൽ വന്ന ഇടിവ് 77%. ഇലക്ട്രോണിക്സ്, ഗാർഹിക ഉപകരണങ്ങളിൽ ഗണ്യമായ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച റിലയൻസ് ഡിജിറ്റൽ. ക്യാഷ് ബാക്ക് 30,000 രൂപ വരെ, ബാങ്ക് ഡിസ്കൗണ്ട് 26,000 വരെ. ഓൺലൈനിലും സ്റ്റോറിലും UPI പേയ്മെന്റിന് പരിധിയില്ലാതെ 5% ഡിസ്കൗണ്ട്. കിറ്റക്സ് ചെയർമാനും MD-യുമായ സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 BJP നയിക്കുന്ന NDA-യിലേക്കെന്ന റിപ്പോർട്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്താനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2020-ക്ക് ക്ഷീണമായിരുന്നു. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.